സൂര്യന്റെ തലവട്ടം നല്ലോണം കാണുന്നതിന് മുന്നേ തന്നെ ഉറങ്ങി എഴുന്നേറ്റു. മുമ്പത്തെ കണക്ക് ഇപ്പൊ കുറച്ചും കൂടി കിടക്കാൻ പറ്റില്ലല്ലോ, രണ്ടു മക്കളും സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ. അല്ലെങ്കിൽ ഇത്ര നാളും ഒരാൾക്ക് പോകണ്ടായിരുന്നു, ഇപ്പൊ +1 ക്ലാസ് തുടങ്ങിയല്ല. അപ്പൊ മോന് സ്കൂളിൽ ചോറില്ലല്ലോ, ഉച്ചഭക്ഷണം നമ്മൾ കൊടുത്തു വിടണം. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. നമ്മൾ കാസർഗോഡുകാരെ സ്വന്തം ദേശീയ ഭക്ഷണമാണ് നീർദോശ. നീർദോശ എന്നൊന്നും നമ്മൾ പറയില്ല കേട്ടോ, സാധാ ദോശ എന്ന് പറയും. ഉഴുന്നിട്ട ദോശ എന്ന് പറയും. അപ്പൊ ഈ നീർദോശ തേങ്ങ അരച്ചിട്ടാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുക. തേങ്ങ അരക്കാണ്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. 2 ഗ്ലാസ് പച്ചരി, 1 ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് കുതിർത്ത് വെക്കുക തലേന്നാള്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നല്ലപോലെ അരി കഴുകിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചുവന്ന അവല്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അരക്കാൻ പാകത്തിനുള്ള വെള്ളവും ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക മിക്സിയിൽ നല്ല പോലെ. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് വെള്ളം ഒഴിക്കൂലേ, അതുപോലെ കുറച്ച് ഒരു എക്സ്ട്രാ ഒരു ഗ്ലാസും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം എന്നുള്ളത് കറക്റ്റ് അളവല്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. നല്ലോണം ലൂസ് ആവാനും പാടില്ല, നല്ലോണം തിക്കാവാനും പാടില്ല. ആ ഒരു പാകത്തിനാക്കി എടുക്കണം. അടുത്ത പരിപാടി പറഞ്ഞത് ചിക്കനിൽ മസാല പുരട്ടി വെക്കലാണ്. അപ്പം ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് മസാല പുരട്ടി വെക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലി ഇടുക, മല്ലിപ്പൊടി, 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണ് പറങ്കിപ്പൊടി, കാശ്മീരി ചില്ലിയാണ്. അത് മിക്സിയുടെ ജാറിലൊന്ന് പേസ്റ്റ് കണക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ അതിലോട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ അതിന് അരപ്പ് മസാല പിടിക്കുമല്ലോ. അപ്പോൾ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഈ മനുഷ്യനെന്ത് സഹായിക്കാൻ വരാത്തത്? അല്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കണ്ടല്ലോ, അപ്പെങ്കിലും സഹായിച്ചോളൂ. സ്ഥിരമായിട്ടൊന്നും ഇവർക്ക് സഹായിക്കാൻ പറ്റൂല. അപ്പെങ്കിലും സഹായിച്ചാൽ വലിയ സംഭവമാണ്. ഒന്നും സഹായിച്ചാൽ എന്താ ഇപ്പൊ കുഴപ്പം? സുനിയേട്ടാ ഒന്ന് കൂട്, സുനിയേട്ടാ പണിയെടുക്കാൻ. ഈ ആണുങ്ങളെന്താ എല്ലാ ദിവസവും സഹായിക്കാത്തേ? ഇവർക്ക് ജിന്നു കൂടുന്നുണ്ടോ? വരുമ്പോ വരട്ടെ, പറയാനില്ലത് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഉള്ളി അരിഞ്ഞാല് കണ്ണിലെ കരടെങ്കിലും പോവുമല്ലോ. ഒരായിരൂട്ട് പിള്ളേരെ വിളിച്ചാൽ ഇവർക്ക് ചെവി കേൾക്കണല്ലോ. എന്നാണ് ഇവര് കളിച്ചോട്ടുന്നത്? ഒരിക്കൽ വിളി കേൾക്കണമെങ്കിൽ എത്ര പ്രാവശ്യമായി വിളിക്കേണ്ടത്? തൊണ്ടയിൽ വെള്ളം പറ്റി മനുഷ്യന്റെ. സ്കൂൾ പോവാൻ തുടങ്ങിയ പിന്നെങ്കിലും എന്റെ എനിക്കൊരു ആസനത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എണീച്ചൂടെ? പോയല്ലേ, എന്തെങ്കിലും കാര്യം പറയുമ്പോ പിന്നെ അങ്ങനെ തന്നെ അല്ലേ. ആരോട് പറയാൻ, ആര് കേക്കാൻ? ദോശ ചുടുമ്പോഴത്തേക്ക് കുളിച്ചിട്ട് റെഡിയിലായിട്ട് വാട്ടാ. ഒന്ന് മയത്തില് മൂളിടാ. ഈ ഉള്ളി ഞാനിത് എത്ര നേരം മുറിക്കാണ്ട് ഈശ്വരാ, എനിക്ക് കയ്യ. എന്റെ കണ്ണീന്ന് വെള്ളം വരുന്നു. ഒരിക്കൽ വന്നതിനേട്ടാ ഇങ്ങോട്ട് സഹായിക്കാൻ വേണ്ടി കുറച്ച് ഉള്ളി കട്ട് ചെയ്താ. സുനിയേട്ട നിങ്ങൾ വരുന്നുണ്ടാ? ഒരിക്കൽ വാ സുനിയേട്ട ഹെൽപ്പ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇന്നും ഇതുപോലുള്ള ഹെൽപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പോയി ചോറിനുള്ള പരിപാടി നോക്കട്ടെ. ബിരിയാണി വെസലാക്കേണ്ടത്. ഓക്കെ ശരി, ഞാൻ കൊടുക്കട്ടെ. ഞാൻ സാധാരണ ഈ കപ്പിന് അരി എടുത്തിട്ട് റൈസ് ഉണ്ടാക്കുക. അതിപ്പം ഗീ റൈസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും. അപ്പം ഏത് പാത്രത്തിലാണോ നമ്മൾ അളന്നെടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം. ഇപ്പോൾ 1 ഗ്ലാസ് അരി എടുക്കുന്നെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. ഞാനിപ്പോൾ ഈ കാണിച്ച കപ്പിന് 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പം 6 ഗ്ലാസ് വെള്ളവും ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, നമുക്ക് ഈ റൈസിലിടുന്ന എല്ലാ സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് നെയ്യും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിക്കുക. നല്ലപോലെ മീൻസ് ഞാനൊരു 3 വിസിൽ വന്നിട്ടാ എൻ്റെ റൈസിന്. എൻ്റെ കുക്കറിന് ചെറിയ പ്രശ്നമുണ്ട്, വാലൊക്കെ പൊട്ടിയാകെ അവതാളത്തില്ല, ഇതൊരു ശരിയാക്കിയിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് വാല് പോയി. എൻ്റെ വാലല്ല പിടി. എൻ്റെ കാറ്റ് പുറത്തേ പോയാൽ ഞാൻ ആളല്ല. ഞാൻ അന്നേ ഉണ്ട് പറയുന്നത് ശരിയാക്കി കൊണ്ടാണ്. വാലൂല്ലാത്തോ തലയൂല്ല അങ്ങനത്തെ ഒരു കുക്കർ. സമയം ക്ലോക്കിൽ നോക്ക്, സമയം എത്ര കഴിയാമെന്നാ. കുക്കറിന്റെ കാറ്റ് പുറത്തേ പോയാ ഞാൻ ആളല്ല മിസ്റ്റർ. ഞാൻ അന്നേ ഉണ്ട് പറയുന്നു ഗ്യാസ്കറ്റ് മാറ്റിക്കൊണ്ടാ. വാലുമില്ല പിടിയൂല. ഇനി ചോറ് വെന്ത് വരുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 കൈപ്പിടി നിറച്ചില്ല ഉള്ളി ആട്ടോ എടുത്തിട്ടില്ല, അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചേട്ടാ ഒന്ന് വാട്ടിത്താ ചേട്ടാ ഉള്ളി. ദോശ ചൂടാൻ വെക്കാലോ.
സുനേട്ട ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ടിട്ട് ഒന്ന് ഈ കച്ചുംപുറന്ന് ശരിയാക്കി സുനേട്ടോ. എല്ലോ ആയി. ഇനിയിപ്പോ ദോശ മാത്രമേ ചൂടായില്ല. തൈര് അങ്ങനെ തൈര് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കണായിരുന്നു. ഒരുമാതിരി ഒരു വടക്ക് സ്വഭാവം പിടിച്ച തൈരിനെ പോലെ ഉണ്ടല്ലോ അത്. തൈരിന് വിൽക്കാണ്ട് പാലില്ലാത്ത കുക്കറിൽ നിങ്ങൾ തന്നെ തുറന്നാ. എന്ത് കുക്കർ ഇത്? കോപ്പിലെ കുക്കർ. എത്രയായി പാല് പൊട്ടിയിട്ട്? കരിഞ്ഞ നെയ്ച്ചോറ് ഇന്നത്തെ സ്പെഷ്യല്. കരിഞ്ഞ നെയ്ച്ചോറ് ഉണ്ടായത് ആദ്യത്തെ ദിവസം. ഒയ്യോ, ചോറ് എത്തി നോക്കുന്നു പുറത്തേക്ക്. ഒയ്യോ, ആട്ടി കേട്ട് അത് ഞാനാക്കാം. ചേട്ടന് ഉള്ളി ഒന്ന് ചോട്ടിലേക്ക് തട്ട്. ചേട്ടൻ ഉള്ളി തട്ട്. ഏത് പുള്ളിയാ? മനസ്സിലാവില്ലല്ലോ. നീ വെള്ളം ഊറ്റിട്ട് ഇതിന് തുരുമ്പ് വന്നിട്ടെന്ന് ഈ പായിന്. ഒരു പേപ്പർ ഉണ്ടാ? പിന്നെ അതോൺലൈൻ. പിന്നെ ഒരു വൈറ്റ് പേപ്പർ വേണമായിരുന്നല്ലോപ്പാ. ചോറ് പുറത്തേക്ക് പോയിട്ട് നോക്കണം ചേട്ടാ. അല്ലല്ലാതെ തല്ലി അതിൽ നാവ് കണക്ക് ആരും കളക്കാൻ പറ്റുന്നില്ല ചോറ്. അതാ പ്രശ്നം. എന്നാന്ന് കുറച്ചും കൂടി ചോറിട്. എനിക്ക് ചോറില്ലായിരുന്നു. ആദ്യം കറിയെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ചായ ഒരു കപ്പിലേക്ക് ഒഴിക്കുക. നമ്മ പൊതുവെ സൊസൈറ്റിയിലെ പാല വാങ്ങല് മിൽമേൽ റെയർ ആയിട്ട് വാങ്ങലു. അപ്പൊ ഇങ്ങനെ വാങ്ങുന്നവരില്ലേ അരിച്ചിട്ട് എടുക്കണം കേട്ടോ പാല്. അതാ നല്ലത്. ഇനി നമ്മ എത്ര നല്ലതെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് അരിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണുമായിരിക്കും. നേരത്തെ മസാല വെട്ടിച്ച് ചിക്കൻ ആക്കാനുണ്ട് ഇനി. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ കൂട്ടിക്കോ. ഞാൻ മാക്സിമം എണ്ണ കുറച്ചിട്ട് എല്ലാ കറിക്കും ഉപയോഗിക്കും. റെയറായിട്ട് മാത്രമേ ചിലപ്പോൾ എണ്ണ ജാസ്തി ഉപയോഗിക്കുള്ളൂ. വളരെ കുറവാണ്. നമ്മളിങ്ങനെ പാചകം ചെയ്യുന്നത് നല്ലതായിട്ട്. നമ്മൾ മക്കളെ ഹെൽത്തി നോക്കിയിട്ടാണ് നമ്മൾ പാചകം ചെയ്യേണ്ടത്, ടേസ്റ്റ് മാത്രമല്ല. അപ്പോൾ അതിലേക്ക് ഒരു 4 ഉള്ളി. ഉള്ളി എന്ന് പറയുന്നത് എല്ലാ ജില്ലക്കാരെയും സവാള എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ ഉള്ളി എന്ന് പറയുന്നത്. സാധാരണ രീതിയിലാക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ചിക്കൻ കറിയുടെ റെസിപ്പി. ഉള്ളിയിട്ട് ജസ്റ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഒരു പിടി തേങ്ങ ചിരകിയതിടുക. 1 കിലോ ചിക്കൻ്റെ കണക്ക് ഏകദേശം പറയുന്നത് കേട്ടോ. ആ തേങ്ങ ജസ്റ്റ് അതും ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ, നല്ലോണം മുരിയണ്ട, അതിലേക്ക് കറിവേപ്പില, പിന്നെ തക്കാളിയും പച്ചമുളകും, ഒരു 2 പച്ചമുളകും കൂടെ ഇട്ടിട്ട്, പച്ചമുളക് ഇതിലിടുന്നത് മിസ്സായി പോയിട്ടുണ്ട്. അതൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇഞ്ചി ചേർക്കുക. ഇഞ്ചി ചേർക്കുക വെച്ചാൽ എങ്ങനെയാണെന്ന് പറയുക, ഇഞ്ചി മുറിച്ചിട്ടിടാനല്ല, ഗ്രേറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് കൊടുത്താൽ ഇഞ്ചി തിന്നാത്തവരെ നമുക്ക് ഇഞ്ചി തീറ്റിക്കാൻ പറ്റും. ഇത് ഈ ഒരു ടിപ്പ് എനിക്ക് കിട്ടിയത് സിനിമാ നടി പ്രവീണേൻ്റെ ചാനലിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ അവർ ചെയ്യുന്നൊരു സൂത്രപ്പണി കിട്ടിയതാണ്. മക്കൾ ഇഞ്ചി തിന്നൂല. അപ്പോൾ എന്ത് ചെയ്യുന്നു പറയും, ഇങ്ങനെ ഈ ഉരച്ചിട്ടിടുന്ന സമയത്ത് സെപ്പറേറ്റ് ആർക്കും അത് എടുക്കാൻ പറ്റില്ല, അത് വയറ്റിലോട്ട് പൊയ്ക്കോളും. അതിലേക്ക് മസാല പുരട്ടി വെച്ച് ചിക്കൻ ഇട്ടു കേട്ടോ. ചിക്കൻ ഇടുന്ന വീഡിയോ മിസ്സായി പോയി എൻ്റെ കയ്യിൽ നിന്ന്. അതും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുക. ഞാൻ ചിക്കൻ 1/2 മണിക്കൂർ എന്തായാലും ഞാൻ ചിക്കൻ വേവിക്കും. എന്തെന്നായാലും ഗ്യാസ് നഷ്ടം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും 1/2 മണിക്കൂർ ഞാൻ ചിക്കൻ വേവിക്കും. അങ്ങനെ 1/2 മണിക്കൂർ വരെ വെച്ച് അതൊന്ന് നല്ല പോലെ വെന്തതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. മല്ലിയിലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എക്സ്ട്രാ വേറെ കാര്യങ്ങൾ ചേർത്താൽ വേറെ നല്ല ടേസ്റ്റും കൂടെ ആവും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വെള്ളം ചേർക്കാണ്ട് ഇത് ഡ്രൈ ആയിട്ട് തേങ്ങ ചേർത്ത ആ ഒരു മെത്തേഡ് പറഞ്ഞില്ലേ, അപ്പം വെള്ളം ചേർക്കാണ്ട് ചിക്കനിലെ വെള്ളം തന്നെ ഇറങ്ങി വരും. അങ്ങനെയും ഈ കറി ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ വെള്ളത്തോടെയല്ല കിട്ടുക, ചാറില്ലാണ്ട് അത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അത് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. ചിക്കൻ 2 തരത്തിൽ ഉണ്ടാക്കുക, ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ. ഇനിയിപ്പോൾ നമ്മളെ സ്വന്തം ദേശീയ ഭക്ഷണം ദോശ, അരിദോശ, അതുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഏത് വെച്ചു ചുടൻ്റെ അതിനെന്താ നമ്മൾ പറയുക, കാസ്റ്റ് ചെയ്യേണ്ടതാട്ടോ ഉപയോഗിക്കാൻ. ഞാൻ നോൺ സ്റ്റിക്കിൽ ചുടാറില്ല. ഇതിലാണ് ദോശ ചുട്ടെടുക്കുക. നോൺ സ്റ്റിക്ക് കഴിയുന്നതും ഒഴിവാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ദോശ ചുടുന്ന സമയത്ത് ഈ തുണി വെച്ചിട്ടൊക്കെ ആ സംഭവം ഉണ്ടാക്കിയിട്ടായിരിക്കും ഇതിനെ ഉരക്കുക അല്ലേ. നമ്മളാ പാത്രത്തിന് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ,
ചകിരിയില്ലേ, ചകിരി മുറിച്ചിട്ട് ഒരു ബ്രഷ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കല്. ആ ഒരു സംഭവം എനിക്ക് ആക്കി തന്നത് അച്ഛനാട്ടോ, അച്ഛൻ്റെ ട്രിക്കാ അത്. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ഉപയോഗിക്കുക ഈ വാഴയുടെ തണ്ട് ഇലയേര അത് മുറിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ചെയ്യലുണ്ട്. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണമല്ല. ഈ ചകിരീൻ്റെ സംഭവം സൂപ്പറാട്ടോ, അത് കുറേ കാലം നിൽക്കും. ഈ ചകിരിയോട് ഉണ്ടാക്കിയ ബ്രഷ് നോൺ സ്റ്റിക്ക് പാത്രത്തിന് പറ്റൂല, ഇതുപോലെ കാസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഇതാണ് അത് സാധനം, ചകിരി കൊണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദോശ ചുട്ട് കഴിഞ്ഞാൽ നല്ലപോലെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കുക. പിന്നെ എണ്ണ ഒരുപാടൊന്നും ഇത് കുടിക്കില്ല. ബാക്കിയുള്ള സംഭവം ഈ തുണി വെച്ചിട്ടൊക്കെ ആക്കുന്നതിന് ഒരുപാട് എണ്ണ വരും, ഇതിന് എണ്ണ അധികം വരില്ല. അപ്പം ഇതാണ് നമ്മുടെ സ്വന്തം ദേശീയ ഭക്ഷണം. ഈ ദോശ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാവരും ഉഴുന്നു ദോശ കൂടുതൽ ഉണ്ടാക്കുന്നത്. എൻ്റെ അനിയത്തി ഇങ്ങനെ BSc നഴ്സിംഗിന് പഠിച്ച സമയത്ത് ഹോസ്റ്റലിലേക്ക് കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കലില്ല, ഓളൊന്നിച്ച് നിൽക്കുന്നവർക്ക്. അപ്പം ഈ ഒരു ദോശയും തക്കാളിക്കറിയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് ഈ ഒരു ദോശ ചൂടാൻ അറിയില്ല, അവർ ഉഴുന്നിട്ടൊരു ദോശ മാത്രമേ ഉണ്ടാക്കൂ. ഇതെങ്ങനെ ചുടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് വിശ്വാസമില്ല. അവരെങ്ങനെ വിശ്വസിക്കുന്നില്ല ഉഴുന്നില്ലാണ്ട് ദോശയാവുന്നില്ലത്. അപ്പോൾ അതാണ് കഥ. പക്ഷെ ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സ്വതവേ യൂട്യൂബിലൊക്കെ തേങ്ങ അരച്ചിട്ടില്ലേ നീർദോശ കാണിക്കുന്നത്. ഇതിൽ തേങ്ങയില്ലാണ്ട് അവല് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ചെയ്തത്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ, കാരണം ഇത് കുറേ പ്രാവശ്യം പറഞ്ഞു, എന്നാലും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. പ്ലേറ്റ് എന്നിട്ട് ബെഡ്റൂമിലേക്ക് പോകുന്നു, ബെഡ്റൂമിലേക്ക് പോകുന്നു പ്ലേറ്റ് എടുക്കാൻ വേണ്ടിട്ട്. +1 എത്തിയാലും ബുദ്ധി പോകുന്നു കേട്ടോ. മതി, അത് അധികമല്ല, എത്ര തിന്നുവാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അനിയത്തിക്ക് ദോശ ചുട്ട് കൊടുത്തയക്കലുണ്ടെന്ന്. അത് എങ്ങോട്ടാണെന്നറിയോ കൊടുത്തയക്കുന്നത്? ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് നമ്മൾ പഠിച്ചിന്. അപ്പം ലീവിന് നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് ഈ ദോശയും തക്കാളി കറി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഒരുമിച്ചിലെ കുട്ടികൾക്ക് കൊടുക്കുമല്ലോ. കോഴിക്കോടിലെ കുറേ കുട്ടികളും ഉണ്ട്, പിന്നെ കുറേ ജില്ലയിലെ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു ജില്ലക്കാർക്കും അറിയില്ല ഈ ഒരു ഉഴുന്നിടാതെ ദോശയാക്കാൻ പറ്റുന്നില്ലത്. അപ്പം ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു വെക്കുക. തേങ്ങ ഇല്ലാതെ നമുക്ക് നീർദോശയാക്കാൻ പറ്റുന്നില്ലതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ തേങ്ങ ഇല്ലാത്തവർ ബുദ്ധിമുട്ടണ്ട, അവല് വെച്ച് ചെയ്യാൻ പറ്റും. ബുക്ക് എടുക്കാൻ മറന്നു അല്ലേ? അതെ, ഹെൽപ്പ് ചെയ്യാൻ അനിയത്തിയുണ്ടല്ലോ അല്ലേ? നടക്കട്ട്, എത്ര പറഞ്ഞാലും തിരിയില്ല. തലേന്നെല്ലാം നേരെ എടുത്തു വെക്കണമെന്ന്. മഴ കൊള്ളല്ല, പോ അങ്ങോട്ട് ദിയാ, മതി. അങ്ങനെ മക്കളെല്ലാം പറഞ്ഞയച്ച പിന്നെ നമ്മൾ ഒറ്റക്കായല്ലേ, വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും അങ്ങനെ പോവും. അപ്പോൾ അതൊരു ഹാപ്പിനെസ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണെന്നല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വീട്ടമ്മയാണ്, കല്യാണം കഴിഞ്ഞതിനോടെ എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ ചെയ്യരുത്. നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കയ്യിലുണ്ടാവും, അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ കാസർഗോഡുകാരിയിലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം. ബൈ, അച്ചു.